നമസ്കാരം. നമ്മൾ ഇന്നലെ കണ്ട് ഒരു ഭർത്താവ് ഭാര്യയെ അവൾ ഓടിച്ചിരുന്ന വാഹനത്തിൽ വെച്ച് തന്നെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളഞ്ഞു. ഇങ്ങനെയുണ്ട്, കൊള്ളാം. നമ്മുടെ നാട്ടിൽ ന്യൂജൻസ് കൊടുക്കുന്ന ഒരു പുതിയ വിശേഷണമാണ്, അവിഹിത ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വിശേഷണം മാത്രമാണ് സുഹൃത്ത് ബന്ധം. എന്ത് സുഹൃത്ത്? ഭർത്താവും മക്കളുമുള്ള ഒരു സ്ത്രീക്ക് മറ്റുള്ള പുരുഷന്മാരുമായിട്ട് പരപുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടാക്കേണ്ട കാര്യം എന്താണ്? ബന്ധമുണ്ടെങ്കിൽ അത് അവിഹിതം തന്നെയാണ്. അതിനൊരു കാരണം, ഈ നമ്മുടെ നാട്ടിലെ പുരുഷന്മാര് ഇല്ല കോഞ്ഞാട്ട അടിച്ച് ചാരായം കുടിച്ച് ജീവിതം പാഴാക്കി അവന്റെ ശുനാപ്പി പൊങ്ങത്തില്ല. ആ അവസ്ഥയിലാണ് അവളുമാര് ആരോഗ്യമുള്ള പരപുരുഷന്മാരെ തേടി പോകുന്നത്, യുവാക്കളെ തേടി പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് പിന്നെ കിടന്ന് മോങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മളുടെ സ്ത്രീകൾക്ക് അന്യപുരുഷന്മാരുമായിട്ട് സ്നേഹബന്ധം അഥവാ സുഹൃത്ത് ബന്ധം എന്നുള്ള വിശേഷണവുമായിട്ട് വന്നാൽ അവളുമാര് തനിപ്പോക്കാണെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം അപ്പോഴാണ് ഈ സുഹൃത്ത് ബന്ധം ആവശ്യമായി വരുന്നത്. എപ്പോഴാണ് വിളമാർക്ക് സെക്സിന്റെ ആവശ്യം അല്ലെങ്കിൽ ഒരു പുരുഷന്റെ സഹായം ആവശ്യമായി വരുന്ന സമയത്താണ് ഇവർക്ക് ഈ പരപുരുഷ ബന്ധം വേണ്ടി വരുന്നത്. അതിന് ന്യൂജൻസ് കൊടുത്തിരിക്കുന്ന വാക്കുകൊള്ളാം. സുഹൃത്ത്, എന്ത് കോത്താഴത്തെ സുഹൃത്ത്! നാണം വേണ്ടേ? നിന്റെ ഭർത്താവിനെ വേണ്ടേ? നീ അവനെ ഡൈവോഴ്സ് ചെയ്യ്, എന്നിട്ട് വേറൊരുത്തന്റെ കൂടെ പോകൂ. അതല്ലാതെ ഏതെങ്കിലും ഒരുത്തനെ കാണുന്നുണ്ടെ സ്വന്തം ഭർത്താവിനെ വെറും ഊളയാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ്, അതിന്റെ തിരിശേഷിപ്പാണ് ഇന്നലെ കണ്ട ഈ അനുഭവം. നമ്മളുടെ നാട്ടിലെ ജനങ്ങൾ അറിയേണ്ടത്, സ്ത്രീക്ക് അന്യപുരുഷന്മാരുമായിട്ട് അനാവശ്യ ബന്ധങ്ങളുണ്ടെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, അത് അവിഹിതം തന്നെയാണ് എന്ന് ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ നാട്ടില് കേരളത്തിലെ ജനങ്ങൾ, യുവാക്കള് അല്ലെങ്കിൽ പ്രായമായവര് ഒക്കെ കോഞ്ഞാട്ട അടിച്ച് 35 വയസ്സിൽ ഷുഗർ പിടിക്കുന്നവരുടെയൊക്കെ പൊങ്ങത്തില്ലെന്നൊക്കെ പറയുന്നതൊക്കെ എനിക്കറിയാൻ വയ്യ. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നിന്റെയൊക്കെ ഭാര്യമാര് മറ്റുള്ളവന്മാരെ തേടിപ്പോകും, ആരോഗ്യമുള്ള പുരുഷന്മാരെ തേടിപ്പോകും. എന്നിട്ട് പിന്നെ നിങ്ങളെ വല്ല ജീവിതവും ഉണ്ടായോ? അവസാനം ജീവിച്ച് തീർക്കേണ്ട സമയം ജയിലിൽ പോയി കിടക്കാനാണ് യോഗം. അവള് പണ്ടാരടക്കേക്ക് പോവുകയും ചെയ്ത് അനുഭവിക്കുക. വേണേ കേട്ടാ മതി.